നമസ്കാരം. ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി ആരാണ്? കോൺഗ്രസിന് അതിനുള്ള ഉത്തരം കെ മുരളീധരൻ എന്ന പേരാണ്. ഇന്ന് നമുക്കൊപ്പം രാവിലെ ചേരുമ്പോൾ പ്രചാരണത്തിന്റെ തിരക്കിലേക്ക് കിടക്കുകയാണ്. ഈ മൂന്ന് മുന്നണികളിലും ഏറ്റവും അവസാനം പ്രചാരണം തുടങ്ങിയത് കോൺഗ്രസാണ്. ഈ ഓടി എത്താൻ കഴിഞ്ഞോ? എല്ലാവരും തീർച്ചയായിട്ടും. കാരണം 41 ദിവസത്തിലും കൂടുതൽ കിട്ടുന്നുണ്ട്. എനിക്ക് വടകരയിൽ 27 ദിവസമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് 41 ദിവസമൊക്കെ ധാരാളം. ഏതാണ്ടൊക്കെ ഓടിയെത്തിക്കഴിഞ്ഞു. ഓടിയെത്തി അവരോടൊപ്പം കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയി. ആത്മവിശ്വാസം എത്രയുണ്ട്? 100% ജയിക്കുന്നുള്ള ആത്മവിശ്വാസമുണ്ട്. കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജർ എന്ന് എപ്പോഴും വിളിക്കുന്ന ഒരാള്, അങ്ങനെ എല്ലാ പ്രതിസന്ധിയിലും കോൺഗ്രസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ആ പ്രതീക്ഷ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുമുണ്ട്. പക്ഷെ മത്സരം കടുത്തതല്ലേ ഇത്തവണ? മത്സരം കടുക്കുമല്ലോ. സ്വാഭാവികമായിട്ട് 3 മുന്നണികളുടെ ശക്തമായിട്ടുള്ള മത്സരം വരുമ്പോൾ മത്സരം കടുക്കും. അതിൽ മത്സരം സോഫ്റ്റ് ആവണോ ഹാർഡ് ആവണോ നമ്മളല്ല തീരുമാനിക്കുക. അത് സ്ഥാനാർത്ഥികളെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളൊക്കെ വളരെ അറിയപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മത്സരം കടുക്കും. ഞാൻ വടകരയെ കുറിച്ച് ഒന്നുകൂടെ ചോദിച്ചു പോവാണ്. കാരണം ഒരുപാട് സമയവും ഊർജവും ചെലവിട്ട ഒരു മണ്ഡലം കൂടിയാണല്ലോ വടകര. അപ്പം അതില് ആ ഒരു പ്രയാസവും മാറിയതും അതെല്ലാം മറികടന്നു അല്ലേ? അത് 5 വർഷം ഒരുമിച്ച് കഴിഞ്ഞൊരു നിയോജകമണ്ഡലമാണ്. ഇത്തവണ മത്സരത്തിന് ഞാൻ തയ്യാറെടുത്തതോടെയാണ്. ഒരു ഘട്ടം ഞാൻ എൻ്റെ പ്രചരണം കഴിഞ്ഞാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്നൊരു പ്രയാസം ഉണ്ടാവും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. ഏതായാലും ഇവിടെ വന്നപ്പോൾ പിന്നെ ഇതെൻ്റെ ജന്മനാടാണ്. അതുകൊണ്ട് തന്നെ ഒരു താതാത്മ്യം പ്രാപിക്കാൻ വേറെ എന്താ പറയേണ്ട അധികം സമയമൊന്നും എടുത്തിട്ടില്ല. പക്ഷേ 71 ഞാൻ പോയതിന് ശേഷം വീണ്ടും 98 ഇവിടെ മത്സരിച്ചിരുന്നു. ഇടയ്ക്ക് എപ്പോഴും ഈ ജില്ലയിൽ ഞാൻ വരാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്നത് ഈ മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ പുഷ്പാർച്ചന നടത്താനൊക്കെ ഞാൻ വരും. പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ഒരിക്കലും എനിക്ക് പരിചയമല്ലാത്ത സ്ഥലമൊന്നുമല്ല, പഠിച്ചു വളർന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടും പ്രയാസം ഉണ്ടായിട്ടില്ല. കാരണം വടകരയിൽ ചെന്നപ്പോൾ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം കോഴിക്കോട് MP ആയിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും വടകരയിൽ ഞാനും പോകാറുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ നിയോഗിച്ച സ്ഥലങ്ങളൊക്കെ എനിക്ക് നേരത്തെ തന്നെ നല്ല ബന്ധമുള്ള സ്ഥലങ്ങളായിരുന്നു. കെ കരുണാകരൻ്റെ തട്ടകമായിട്ടുള്ള തൃശ്ശൂര് 96 അദ്ദേഹത്തിന്റെ പരാജയം, 98 താങ്കളുടെ പരാജയം. ഇതൊരു മധുര പ്രതികാരത്തിന്റെ സമയമാണെന്ന് പല അഭിമുഖങ്ങളിലും പറഞ്ഞ് വായിച്ച് കേട്ടിരുന്നു ഈയിടെയെല്ലാം. അല്ല, ഇത് പ്രതികാരമല്ലല്ലോ. അന്ന് തോറ്റ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. അതാണ് ഒന്ന്, പാർട്ടിക്കകത്ത് ആഭ്യന്തര കലഹം രൂക്ഷമായിരുന്നു. കോൺഗ്രസ്സുകാർ പരസ്പരം കണ്ടാൽ തന്നെ മിണ്ടാത്തൊരു കാലഘട്ടമാണ് 96 ഇലക്ഷൻ. പക്ഷേ കെ കരുണാകരൻ പരാജയപ്പെടാൻ കാരണം അതല്ല. അദ്ദേഹത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും ജയിക്കുന്നുള്ളത്. അദ്ദേഹം വോട്ട് ചെയ്യിച്ച രീതി എങ്ങനെയായിരുന്നു? നിങ്ങൾ അസംബ്ലി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും, പാർലമെൻറ്റ് ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ ഈ വീട്ടുകാരനാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായത് പരാജയ കാരണങ്ങളിലൊന്നാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ട ഭൂരിപക്ഷം ഒന്നും കിട്ടില്ലായിരുന്നു. കാരണം പാർട്ടിയിലെ സംഘർഷം ഒരു പ്രധാന ഘടകമായിരുന്നു. 98 ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള സ്ഥിതിയാണ്. കുറച്ചുകൂടെ രൂക്ഷമായിരുന്നു. 96 പരാജയത്തിനെ തുടർന്ന് അല്പം കൂടെ ഒരു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. പക്ഷെ അന്ന് പോലും 18,000 വോട്ടിൻ്റെ മൈനസ് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇത്തവണ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടാണ്, മുന്നണി ഒറ്റക്കെട്ടാണ്. ഇതിനെല്ലാം പുറമെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന വോട്ടർമാരുടെ ഇടയിൽ നല്ല മാറ്റം കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പര്യടനമൊക്കെ നടക്കുമ്പോൾ സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടി മാത്രമല്ല, പ്രചരണ വാഹനം തടഞ്ഞു നിർത്തി ക്ഷയിക്കാനൊക്കെ തരുന്നത് അതൊരു എന്താ പറയുക, ഒരു തികച്ചും പോസിറ്റീവാണ്. ചിലപ്പോൾ ആളെ കാണാൻ വേണ്ടി ഇറങ്ങിയെന്ന് വരും. കാരണം പുതിയ ആളാണ്, TV കണ്ട ആളാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ ആൾ ഇറങ്ങി വരാം. പക്ഷേ ഇറങ്ങി വന്ന് പ്രചരണ വാഹനം നിർത്തിച്ച് ക്ഷയിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു കമ്മിറ്റഡ് വോട്ടായിട്ടാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സിഗ്നലാണ് എല്ലാ ഭാഗത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ അവരും വളരെ പ്രബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അവരെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് അവരവരുടെ ഫീൽഡുകളിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചവരൊക്കെ തന്നെയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി നല്ല ആക്ടറാണ്, അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പിന്നെ രാഷ്ട്രീയത്തിൽ ആർക്കും പ്രവേശിക്കാം, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. സുനിൽകുമാർ മന്ത്രിയും ദീർഘകാല MLA ഒക്കെ ആയിരുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രാക്ക് റെക്കോർഡൊക്കെ നല്ല റെക്കോർഡ് തന്നെയാണ്, ആരും മോശമൊന്നുമില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്.
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പ്രാദേശികവാദം പറയുന്ന ആദ്യമായിട്ട് കേൾക്കാൻ ഞാൻ തൃശ്ശൂരിൻ്റെ സ്വന്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സുനിൽകുമാറിൻ്റെ വാൾ പോസ്റ്റർ അങ്ങനെ പറയുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് എന്നെയല്ല, അത് ശ്രീ പന്ന്യൻ രവീന്ദ്രനെ അനുരാജനെയൊക്കെയാണ് ബാധിക്കുക. അതാത് സ്ഥലത്തുള്ളവർ അതാത് പ്രദേശത്ത് തന്നെ മത്സരിക്കണം എന്ന് പറയുമ്പോൾ ഇത് ലോക്സഭയിലേക്കുള്ള ഇലക്ഷനല്ലേ, പഞ്ചായത്ത് ഇലക്ഷനല്ലല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവരവരുടെ നിയോജകമണ്ഡലത്തിൽ ചിലപ്പോൾ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഇലക്ഷനിൽ അസംബ്ലിയിൽ ജയിച്ച് തിരുവനന്തപുരത്താണ്, ഞാൻ ഇപ്പോഴും അവിടുത്തെ വോട്ടറാണ്. പക്ഷേ എനിക്ക് അവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്തത് അവിടെ അവിടെ സിറ്റിംഗ് മെമ്പറുണ്ട്, ശശി തരൂർ പ്രഗത്ഭനാണ്, അദ്ദേഹത്തിനൊന്നും മാറ്റുന്ന കാര്യം ആലോചിക്കാനേ കഴിയില്ല. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെയാണ് വടകരയിൽ പോയപ്പോൾ പിന്നെ ഈ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും വേണ്ടി വരും. വാനിരാജ അറിയപ്പെടുന്ന വനിതാ നേതാവാണ്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന. അപ്പോൾ അവരെ വയനാട്ടിൽ നിയോഗിച്ചു പാർട്ടി. പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മുമ്പ് MP ആയിരുന്ന ആളാണ്, അദ്ദേഹം കണ്ണൂരുകാരനല്ലേ. അപ്പോൾ കണ്ണൂരുകാരൻ തിരുവനന്തപുരത്ത് വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ തൃശ്ശൂരിൽ ജനിച്ചു വളർന്ന എന്നെ തിരുവനന്തപുരം 2 തവണ 2 കൈ നീട്ടി സ്വീകരിച്ചില്ലേ. കോഴിക്കോട് വിവാഹം കഴിച്ചതിന് ശേഷമാണ് കോഴിക്കോട് പോകുന്നത്, കോഴിക്കോടുകാരെ എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചില്ലേ. പിന്നെ ജാതി മതം, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട നിയോജകമണ്ഡലത്തിലെയൊക്കെ ഒരു കമ്മ്യൂണൽ ഇത് നോക്കിയാൽ ഞാൻ ജനിച്ച സമുദായം തിരുവനന്തപുരത്ത് 1-ാം സ്ഥാനത്തായിരുന്നു വട്ടിയൂർക്കാവ്. മറ്റെല്ലാ സ്ഥലത്തും 3-4 സ്ഥാനത്തൊക്കെയാണ് അവർ ജാതി നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ജാതി മതം പ്രാദേശികത്വം ഇത് മൂന്നും ഒരു ഇലക്ഷനിൽ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയും അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. കാരണം എല്ലാ സമുദായങ്ങളും വോട്ട് ചെയ്താലേ ജയിക്കാൻ കഴിയും. ഇപ്പോൾ മറ്റേ കോഴിക്കോട് പാർലമെൻറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ജനിച്ച സമുദായം 4-ാമതാണ് കണക്കനുസരിച്ച് വരുമ്പോൾ. പക്ഷേ അവിടുന്ന് നല്ല ഭൂരിപക്ഷത്തോടെ ഞാൻ ജയിക്കാൻ കാരണം എന്താ? ഏറ്റവും കൂടുതൽ വോട്ടുള്ള മതസംഘടനകൾ വരെ എനിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ അതാണ് ജനാധിപത്യം. അപ്പോൾ അങ്ങനെ ഒരു ജനാധിപത്യത്തിൽ പ്രാദേശികവാദം അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അപ്പോൾ പാർട്ടികൾക്ക് വന്നൊരു മാറ്റമാണത് കാണിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പറഞ്ഞ, അതായത് ഇതൊന്നും നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കാൻ പാടില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചാരണം നടത്തുന്നു എന്നുള്ള വിമർശനമുള്ള ഒരു പാർട്ടി. പക്ഷേ BJP തൃശ്ശൂർ വല്ലാതെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ദേശീയ നേതൃത്വം തന്നെ ആ മണ്ഡലത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ടല്ലോ. അത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, കോൺഗ്രസിന് നല്ല ശക്തിയുള്ള നിയോജകമണ്ഡലത്തിൽ അവർക്ക് കുറേ വോട്ട് കിട്ടി കഴിഞ്ഞതാണ്. അതാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം. പെട്ടെന്ന് വന്ന സുരേഷ് ഗോപി 28% വോട്ട് വാങ്ങി. അപ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അത് 34 വരെ എത്തിക്കുക എന്നൊക്കെയുള്ള കാൽക്കുലേഷനാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് 30-31% ഒരിക്കലും ഇനി കൂടാൻ പോകുന്നില്ല. അത് വിവിധ ചാനലുകൾ നടത്തിയ സർവേയിലൊക്കെ 30-31%. അതിൽ കൂടുതലൊന്നും ഇനി അവർക്ക് കിട്ടില്ല. അതിൽ കുറയാനാണ് സാധ്യത മുഴുവൻ. ഈ ക്രൈസ്തവ സഭകളുടെ ഒരു പിന്തുണ പരോക്ഷമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഉണ്ട് എന്നൊരു അവകാശപ്പെടുന്നുണ്ടല്ലോ. 1% പോലും ശരിയല്ല. ക്രൈസ്തവ സംഘടനകളൊന്നും അങ്ങനെ BJPയിലേക്ക് 1% പോലും ചാഞ്ഞിട്ടില്ല. അവർ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ട് ഇത്തവണ UDFന് തന്നെ കിട്ടുമെന്ന് എനിക്ക് 101% ഉറപ്പുണ്ട്. സഭകൾ പരസ്യമായിട്ട് ഏതെങ്കിലും മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാറില്ല. പക്ഷേ നമ്മളോടുള്ള അപ്രോച്ച് കാണുമ്പോൾ നമുക്കറിയാം നമ്മളോട് നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കത്തോലിക്ക സഭയുടെയോ മറ്റേതെങ്കിലും സഭകളുടെയോ പിന്തുണ BJPക്കില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേരള സ്റ്റോറി സഭകൾ അത് ചിലയിടത്ത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, അതൊരു ഒരു രാഷ്ട്രീയ നിലപാട് ഏതെങ്കിലും ഒരു തരത്തിൽ വ്യക്തമാക്കൽ കൂടിയല്ലേ? അതൊരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ അങ്ങനെ ചില സഭക്കാർ ശ്രമിച്ചെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ കേരള സ്റ്റോറിയിൽ ഒരു കഥയില്ല. അങ്ങനെ ഒരു നിലപാട് ആർക്കെങ്കിലും ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടുമില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അതിനെ നിർബന്ധിച്ച് ചേർക്കലായിട്ട് ഒന്നും കണക്കാക്കുന്നത് ശരിയല്ല. ഏതായാലും കേരള സ്റ്റോറി ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവില്ല. എപ്പോഴും സംസാരിക്കുമ്പോഴും RSSനെതിരായിട്ട് ശക്തമായിട്ടാണ് പ്രതികരിക്കാറുള്ളത്. അങ്ങനെ ആ ഒരു സ്റ്റാൻഡ് ഒട്ടും വിട്ട് പറയാറേ ഇല്ല. അല്ല, ആ സ്റ്റാൻഡിൽ നിന്ന് മാറേണ്ട കാര്യമില്ലല്ലോ. അവർ ഇന്ത്യയെ ഒന്നായി കാണുന്നവരല്ല, ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി കാണാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെ ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഒരു സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത.
പറയുമ്പോൾ വിവിധ മതങ്ങളുണ്ട്, വിവിധ ജാതികൾ, ജാതിക്കകത്ത് ഉപജാതി, ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് ഹിന്ദു രാഷ്ട്രമാക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇത് നടക്കാത്ത കാര്യമാണ്. അതാണ് ഇവരുടെ ഈ തിയറിയിലുള്ള ഒരു തെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എതിർക്കുന്നത് RSSനെ. അവർക്ക് ഇന്ത്യയെ ഒന്നായി കാണാൻ കഴിയുന്നില്ല, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ കഴിയുന്നില്ല. ഹിന്ദു മതത്തിൽ തന്നെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു സമ്പ്രദായമാണല്ലോ. ഹിന്ദു മതം മാത്രം ഈ രാജ്യത്ത് ഉണ്ടായിരുന്ന കാലത്ത് തന്നെ അങ്ങനെയുള്ളൊരു കാലമുണ്ടെന്ന് പറയുന്നു. ആ കാലത്ത് പോലും ശിവനെ ആരാധിക്കുന്നവരും വിഷ്ണുവിനെ ആരാധിക്കുന്നവരും തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ഇത് പരിശോധിച്ചാൽ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ മറ്റു മതങ്ങളുടെ മെക്കട്ടേക്ക് ചാടുന്നത്? എന്തിനാ? ഹിന്ദുമതം മാത്രമായിരുന്ന കാലത്ത് പോലും സംഘർഷം ഉണ്ടായിരുന്നതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് മറ്റു മതങ്ങളോട് എന്തിനാണ് പിന്നെ ദേഷ്യം കാണിക്കേണ്ട ആവശ്യം? ഒരു മതമായിട്ട് നിന്ന കാലത്ത് തന്നെ സംഘർഷമുണ്ട്. അപ്പോൾ പിന്നെ മറ്റു മതങ്ങളോട് എന്തിനാണ് ബഹുമാനക്കുറവ് കാണിക്കേണ്ട ആവശ്യം? എന്താ? മുരളീധരൻ എന്നൊരു നേതാവ് ആ സ്റ്റാൻഡ് എടുക്കുമ്പോഴും കോൺഗ്രസിനെതിരായിട്ടുള്ള പൊതുവെയുള്ള ഒരു വിമർശനം ഒരു മൃദു ഹിന്ദുത്വ നിലപാടെടുക്കുന്നു. അങ്ങനെ ഒരു വാക്കില്ല, മൃദു ഹിന്ദുത്വം എന്നുള്ള വാക്കില്ല. ഹിന്ദു മത ആചാരങ്ങളനുസരിച്ച് നോക്കുമ്പോൾ അതെല്ലാവരെയും ബഹുമാനിക്കുന്ന, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഇതാണ്. അതിനെ ഒരു എന്താ പറയുക, ഹിന്ദു രാഷ്ട്രം എന്നൊരു തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയത് RSS ആണ്. അതിനൊരു മൈൽഡ് ഹിന്ദുത്വം എന്നുള്ള ഹിന്ദുത്വമൊന്നുമില്ല. ഹിന്ദുമത ആചാരങ്ങളൊക്കെ പരസ്പരം ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന സംവിധാനമാണ് ഹിന്ദുമത തത്വങ്ങളെന്ന് പറയുന്നത്. പക്ഷേ BJPയുടെ ഹിന്ദുമതം അങ്ങനെയല്ല, രാഷ്ട്രത്തിനെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ലൈൻ സെക്യുലറാണ്, മതേതരത്വമാണ് ഞങ്ങളുടെ ലൈൻ. അത് ഞങ്ങൾക്ക് 1% പോലും മാറാൻ കഴിയില്ല, കാരണം അത് മാറിയ കോൺഗ്രസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ ഞങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. BJPയോട് RSSനോടുള്ള നിലപാട് പറഞ്ഞപ്പോഴാണ് ഇപ്പം നിയമ സീറ്റ് പോയ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാലത്തും K മുരളീധരൻ BJPയുടെ ഒരു ശത്രുവായിട്ട് നിൽക്കുകയാണ്. അതുണ്ട്, അവർക്ക് ആ സീറ്റ് തോറ്റേൻ്റെ വൈരാഗ്യം എപ്പോഴും ഉണ്ട്. അതിലൊന്നും ഞാൻ ഭയപ്പെടുന്നൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, എൻ്റെ വടകരയിൽ നിന്നാൽ തോൽപ്പിക്കാൻ വേണ്ടി വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് മറിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ A ക്ലാസ് സീറ്റായിട്ടുള്ള തൃശ്ശൂർ തന്നെ ഞാൻ വരാം, എന്നാൽ പിന്നെ തർക്കമില്ലല്ലോ. ഇവിടെ തൃശ്ശൂരും അങ്ങനെ ഒരു വോട്ട് മറിക്കലുണ്ട് എന്നുള്ളൊരു, തൃശ്ശൂര് വോട്ട് മറിക്കാൻ സാധ്യത LDFൽ നിന്ന് വോട്ട് BJPയിലേക്ക് പോകാനുള്ള സാധ്യത ഈ കരുവണ്ണൂർ ബാങ്കാണ്. കരുവണ്ണൂർ ബാങ്കിൽ അടിക്കടി നോട്ടീസ് അയക്കാം. അറസ്റ്റൊന്നും നടക്കില്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഈ 26-ാം തീയതിക്ക് മുമ്പ് ഒരു അറസ്റ്റ് നടക്കാൻ പോകുന്നില്ല. പക്ഷേ ED നോട്ടീസ് അയക്കും, ചിലപ്പോൾ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യും, കോടതിയിൽ സമർപ്പിച്ചു എന്ന് വരും. പക്ഷേ അറസ്റ്റ് നടക്കില്ല. അതെല്ലാം ഈ ഇലക്ഷനിൽ BJPക്ക് വോട്ട് മറയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതായത് കരുവന്നൂർ കൃത്യമായിട്ട് പ്രതിഫലിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും. കാരണം കരുവണ്ണൂർ ബാങ്കിൽ നിക്ഷേപിച്ച് വഴിയാധാരമായിട്ടുള്ള ആളുകളും അവരുടെ ബന്ധുക്കളും ഉണ്ട്. അവർ 1% പോലും LDFനോട് കോംപ്രമൈസ് ചെയ്യില്ല. പിന്നെ മോഡി എങ്ങനെയാണ് ഒരു ബാങ്കിലത്തെ കാശൊക്കെ തിരിച്ചു കൊടുക്കുന്നത്? വെറുതെ വിരാതെ മുഴക്കിയാൽ മതി. നടക്കാത്ത കാര്യം വെറുതെ പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഞങ്ങൾ പറയുന്നത് ആ ബാങ്കിൻ്റെ തകർച്ചയെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം. അപ്പോൾ പിന്നെ ആർക്കും പരാതിയില്ലല്ലോ. കേന്ദ്ര ഏജൻസികൾ മാത്രമേ കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഹൈക്കോർട്ടിൻ്റെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചോട്ടെ. പക്ഷെ കോടതിയുടെ മേൽനോട്ടം വേണം, അല്ലെങ്കിൽ കള്ളന്മാർ പുറത്തു വരില്ല. ഇടതുപക്ഷത്തിന് അപ്പോഴും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അടക്കം വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ നമ്മൾ ചോദിച്ചപ്പോഴും പറഞ്ഞത് ജനങ്ങൾക്കറിയാം, ഞങ്ങൾ ആ ഒരു വിഷയം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ജനങ്ങൾക്കറിയാം, അതായത് ജനങ്ങൾ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും. ജനങ്ങൾക്കറിയാമെന്നതിനെ ഞങ്ങളും പറയുന്നത്. ജനങ്ങൾക്കറിയാം കള്ളന്മാരായിരിക്കുക. 7 നിയമസഭാ മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം, അതൊന്നും CPI അത് കഴിഞ്ഞ തവണ അങ്ങനെയാണല്ലോ. TN പ്രതാപൻ ഇവിടെ മത്സരിക്കുമ്പോഴും 7 സീറ്റ് LDFനായിരുന്നു. അന്ന് വടക്കാഞ്ചേരിയാണ് കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലം. അത് അന്ന് ആലത്തൂരാ. ഇത്തവണ ചാലക്കുടിയാണ്. അത് ചാലക്കുടി നിയോജകമണ്ഡലത്തിലാണ്. അപ്പോൾ പ്രതാപൻ 5 വർഷം മുമ്പ് വരുമ്പോഴും ഞാൻ വരുമ്പോഴും 7 LDFനാണ്. പക്ഷേ പാർലമെൻറ്റിൽ വ്യത്യസ്തമായിട്ടാണ് ജനം വിധി എഴുതിയത്. അതായത് ഇടതുപക്ഷത്തിന് ഈ CPI കോൺഗ്രസ് മാറി മാറി വരുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു പൾസ് ആയിരിക്കില്ല എന്നുള്ളൊരു വിഷയം. എന്താണെങ്കിലും ഇവിടെ UDF 7 മുൻതൂക്കം കിട്ടും. പ്രതാപന് കിട്ടിയ പോലെ തന്നെ 7 UDFന് ഇത്തവണ മുൻതൂക്കം ഉണ്ടാവും. തൃശ്ശൂരിൽ ഇപ്പം BJP ഇങ്ങനെ ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, തൃശ്ശൂരിലൊരു പത്മജ ഫാക്ടറുണ്ടോ? 1% പോലും ഇല്ല. കാരണം പത്മയ്ക്ക് ഇവിടെ നിന്ന് ആരെയും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല.
ഏതോ കുറച്ച് ആൾക്കാർ മാറി നിന്നവരെയൊക്കെ ഒരു കൂട്ടമായിട്ട് പിടിച്ചിട്ട് 10-20 പേര് എന്നൊക്കെ പറഞ്ഞു. 10-20 പേരൊന്നുമില്ല, ആകെ 4-5 പേരേ ഉള്ളൂ. അവരെന്നെ ആക്റ്റീവായിരുന്നില്ല, ഒരു കുറേ കാലമായിട്ട് ആക്റ്റീവല്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ പിടിച്ച് BJP ആയി എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു സമൂഹത്തിൽ ഒരു ചലനം പോലും ഉണ്ടാക്കില്ല. ഇന്നലെ മഹിളാ കോൺഗ്രസിൻ്റെ കൂട്ടായ്മ ഉണ്ടായിരുന്നു, നല്ല ജനപ്രാതിനിധ്യം ഉണ്ടായിരുന്നല്ലോ. അവർ പത്മനാഭ കോൺഗ്രസ്സിലുണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല തൃശ്ശൂർ ജില്ലയിൽ, അത്ര ഗംഭീരമായിട്ട് ഇന്നലെ നടത്തിയില്ലേ. ഏതെങ്കിലും സമയത്ത് BJPയിലേക്ക് കെ മുരളീധരൻ എന്ന നേതാവിന് ഓഫർ വന്നിട്ടുണ്ടോ? ഞാൻ ആർക്കും എന്നെ സമീപിക്കാൻ ധൈര്യമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ നിലപാട് നന്നായിട്ട് അറിയുന്ന നേതാക്കന്മാർ തന്നെയാണ് BJPയിലുള്ളത്. അങ്ങനെ 1% ഒരാൾക്ക് പോലും എന്നെ വന്ന് അപ്രോച്ച് ചെയ്യാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഓഫറും ഇതുവരെ ഒരു ഓഫറും വന്നിട്ടില്ല. അങ്ങനെ ഒരു ഓഫർ കൊണ്ട് വന്ന ആളാണെങ്കിൽ ഞാൻ നല്ല ഭാഷയിൽ തന്നെ പറഞ്ഞു വിട്ടേനെ. ഏതായാലും ഇതുവരെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. വളരെ വളരെ ഷാർപ്പായിട്ട് പ്രതികരിക്കുന്ന ഒരാൾ കൂടിയാണ്. വളരെ ജനറലായിട്ട് ചോദിക്കുകയാണ്, ഇത് രാഷ്ട്രീയത്തിൽ ഒരുപാട് ശത്രുക്കളെ സമ്പാദിച്ചു തന്നിട്ടുണ്ടാവില്ല? അതിൽ കാര്യമൊന്നുമില്ല, നമുക്ക് നിലപാടുണ്ടാവണം. ചില സംഘടനകൾ ചില നിലപാടുണ്ട്, അതിൽ ശത്രുക്കളുടെ എണ്ണം കൂടുക എന്നുള്ളതിനെക്കുറിച്ചൊരു സെൻസസ് നടത്താനൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് എൻ്റെ നിലപാടുണ്ട് ആ കാര്യത്തിൽ, ആ നിലപാട് മാറ്റമില്ല. ഒരു കാര്യം കൂടി, വടകരയിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ ആക്രമണം നടത്തുന്നത് കോൺഗ്രസും ലീഗും കൂടെ ചേർന്നിട്ടാണ് എന്നുള്ളൊരു പരാതി ഞാൻ പറഞ്ഞ അതവർ അന്വേഷിക്കട്ടെ. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബോംബാക്രമണം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ അന്ന് രാത്രി ഒരു യൂത്ത് ലീഗുകാരനെ ബോംബെറിഞ്ഞു കൊന്നു. 3 കൊല്ലമായി, അന്വേഷണം നടന്നിട്ടില്ല. ഇപ്പോഴാ ബോംബ് പൊട്ടി, ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ബോംബ് പൊട്ടി ഒരാൾ മരണപ്പെട്ടു. ഇതൊക്കെ CPMൻ്റെ ഈ കുടിൽ വ്യവസായം പോലെ ബോംബുണ്ടാക്കി എതിരാളികളെ തകർക്കുന്ന ആ പഴയ നൂറ്റാണ്ട് സംസ്കാരത്തിൽ നിന്നും ആ പാർട്ടി പുറത്തു കടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്തവണ ബോംബ് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിനുണ്ടാക്കുന്ന ഓരോ കഥകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അന്വേഷിക്കേണ്ടവരല്ലേ, വെറുതെ പരാതി എഴുതി കൊടുക്കേണ്ട, അവർ തന്നെ അന്വേഷിക്കട്ടെ, അവരെ ഗവൺമെൻറ് അല്ലേ. ഇതൊന്നും വടകരയിൽ ചിലവാവില്ല. ഞാൻ പറഞ്ഞു, എന്ത് വന്നാലും ടീച്ചറോടെ തോൽക്കും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. തൃശ്ശൂർ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പ്രധാനമന്ത്രി പലതവണ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. നേരത്തെ നമ്മൾ BJPയുടെ ഒരു ഇത് പോസിബിലിറ്റി ഇല്ലായ്മയെക്കുറിച്ചും പറഞ്ഞു. പക്ഷെ പ്രധാനമന്ത്രി താരപ്രചാരകനായിട്ട് നിൽക്കുന്നു, കാണിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ്, ഞങ്ങളൊരു കേന്ദ്രമന്ത്രിയാണ് നൽകാൻ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ 5 കൊല്ലം. രണ്ടാമതൊരു മന്ത്രി ഇപ്പോൾ വന്നതാണ്. ആദ്യം കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, കേരളത്തിൽ ജയിച്ച ആളല്ല. കേരളത്തിന് എന്തു നൽകി? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിന് തരാമെന്ന് മന്ത്രി സമ്മതിച്ച എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയിൽ സമ്മതിച്ചാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ ഞാൻ ഹെൽത്ത് സെക്രട്ടറിയെ, കേന്ദ്ര ഹെൽത്ത് സെക്രട്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അധികം പോസിറ്റീവായിട്ട് പറഞ്ഞാണ്. എന്തുകൊണ്ട് നിഷേധിച്ചു? ഫിനാൻസ് വകുപ്പിൽ 2 കൊല്ലമായിട്ട് കിടക്കുകയാണത്. എന്നാൽ ഈ കേന്ദ്രമന്ത്രിക്ക് അത്ര സ്വാധീനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടത് സാങ്ഷനാക്കി തന്നില്ല? സ്ഥലം കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്ന സ്ഥലം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ സംഘത്തിന് വിട്. ഏത് സ്ഥലം സംസ്ഥാന സർക്കാർ എടുത്തു കൊടുക്കണം. സംസ്ഥാന സർക്കാർ സമ്മതിച്ചു ആ കാര്യത്തിൽ. എന്തുകൊണ്ട് നടന്നില്ല? ഒരു കേന്ദ്രമന്ത്രിനെ കിട്ടിയല്ല ആയോ? അത് മാത്രമല്ല, 2 സഹമന്ത്രിമാരിപ്പോൾ മത്സരിക്കുകയല്ലേ. സുരേന്ദ്രൻ പറയുന്നുണ്ട്, ശോഭാ സുരേന്ദ്രൻ, അത് പിന്നെ ജയിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടായിരിക്കും, ശോഭാ സുരേന്ദ്രൻ ജയിച്ചാലും കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ മന്ത്രിമാരെ ഗ്യാരണ്ടി കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിന് കിട്ടേണ്ട ഒരു കാര്യങ്ങളും തന്നിട്ടില്ല. വന്ദേ ഭാരത് എന്ന എല്ലാ സ്റ്റേറ്റിനും കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പങ്ക് കിട്ടിയത് മാത്രമേ ഉള്ളൂ. അതും സ്വന്തമായിട്ട് ആഘോഷമാക്കാൻ നോക്കി, നടന്നില്ല എന്ന് മാത്രം. കോൺഗ്രസ് ഇവിടെ രാഹുൽ ഗാന്ധി കൂടെ വരുന്നു ഇനി, അപ്പോൾ ദേശീയ തലത്തിലേക്ക് കൂടെ കൂടുതൽ നേതാക്കളുടെ സാന്നിധ്യം പ്രചാരണത്തെ എങ്ങനെയായിരിക്കും? അത് വരട്ടെ, ദേശീയ നേതാക്കളൊക്കെ വരട്ടെ, മത്സരം ഒന്ന് കൊടുക്കട്ടെ. വളരെയധികം നന്ദി.